രണ്ട് തരത്തിലുള്ള അപ്രോച്ചസ് ആണ് ബിസിനസ് ഓണേഴ്സ് സ്വീകരിക്കാറുള്ളത്. ഒന്ന് ദിസ് ആൻഡ് ദാറ്റ് അപ്രോച്ചാണ്, രണ്ട് ദിസ് ഓർ ദാറ്റ് അപ്രോച്ചാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ബിസിനസ്സിൽ 8 ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷൻസ്, അക്കൗണ്ട്സ്, HR, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ലീഗൽ ആൻഡ് മാനേജ്മെൻറ്റ്. ഈ 8 ഫങ്ഷനാലിറ്റീസിലും നമ്മൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും ബിസിനസ് ഓണേഴ്സ് ചലഞ്ച് ഫേസ് ചെയ്യുന്നത് മാർക്കറ്റിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ടാൽ അവിടെ ലീഡ്സ് കുറവാണ്. ടോട്ടൽ ടീം ഉൾപ്പെടെ ബിസിനസ് ഓണർ ഉൾപ്പെടെ ലീഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് ഫോക്കസ്ഡ് ആവും. ആ സമയത്ത് എന്താ സംഭവിക്കുക? ഒന്നുകിൽ സെയിൽസ് പൊട്ടും, അല്ലെങ്കിൽ HR ടീം പൊട്ടും, അതല്ലെങ്കിൽ R&D പൊട്ടും എന്ന് പറയുന്ന സിറ്റുവേഷനാണ്. ഇനി സെയിൽസ് ആണ് ചലഞ്ചെങ്കിലോ നമ്മൾ ടോട്ടലി സെയിൽസ് ടീമിനെ ബിൽഡ് ചെയ്യുന്നു, റവന്യൂ ജനറേഷൻ ആക്ടിവിറ്റിയിലേക്ക് ഫോക്കസ്ഡ് ആവുന്നു. ആ സമയത്ത് ചിലപ്പോൾ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നേരത്തെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മാർക്കറ്റിംഗ് കുളമാവും. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ മറ്റത്. ഇതിങ്ങനെ ഈ സൈക്കിളിൽ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ദിസ് ആൻഡ് ദാറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയുടെ 4 ടയറുകൾ ഒരുപോലെ കറങ്ങുന്നത് പോലെ തന്നെ എല്ലാ ഫങ്ഷനാലിറ്റീസും സിസ്റ്റമാറ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു ബിസിനസ് ഓണറിന് പറ്റണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്പനി കൃത്യമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് ഓരോ ഫങ്ഷനാലിറ്റീസിനും റൈറ്റ് ഡയറക്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഓർഗനൈസേഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തേ പറ്റൂ. അതിനെ കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് ഓണറിനും ടീമിനും ഓർഗനൈസേഷനും ഇങ്ങനൊരു സിസ്റ്റത്തിലൂടെ അല്ല പോകുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ഈ സൈക്കിളിൽ ദിസ് ഓർ ദാറ്റ് അപ്രോച്ച്, ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റത് എന്ന് പറഞ്ഞ് കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ദിസ് ആൻഡ് ദാറ്റ് അപ്രോച്ച്, ഇതും വേണം അതും വേണം എന്നുള്ള രീതിയിൽ ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് കമ്പനിയെ ബിൽഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ലെവണിക്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ലെവണിക്സിനെ കണക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് ഗ്രോയിങ്.